എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ അദ്ദേഹം 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 കണ്ണു തുറന്നു. അദ്ദേഹം വെറുതെ കണ്ണുമടച്ച് ശാന്തമായി കിടന്നപ്പോ നീയല്ലാതെ ആരെങ്കിലും അദ്ദേഹത്തിന് ബോധമില്ലേ എന്ന് വിളിച്ചുകൊണ്ട് ഓടുവോ? അല്ല, ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഞാൻ എന്ത് ചെയ്യാനാ കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലവും ഞാനിന്നു സഞ്ചരിച്ചു. പുതിയ ഔഷധങ്ങളും തേടി തേടി പലവും ഞാനിന്നു സഞ്ചരിച്ചു. നീ ഉണ്ട്, നിന്റെ കൂടെ പുതിയ ഔഷധമുണ്ട് പൊന്നെ. ഞാൻ പറയുന്ന കേക്ക്. മതിമരുന്നും മരുന്നും മന്ത്രവാദവും. മൂപ്പിന് ചാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. അവൾ ആകെ മുഷിഞ്ഞിരിക്കുന്നു. വല്ലാത്ത അക്ഷമ. എങ്ങനെ അക്ഷമപ്പെടാതിരിക്കും? 10-77 വയസ്സായ കുഴിയിലോട്ട് കാൽനിട്ടിരിക്കുന്ന മൂപ്പിന്റെ ഭർത്താവ്, 10-26 വയസ്സായ അത്ഭുതാംഗി ഭാര്യ. ഇവൾക്ക് ഇയാളുടെ കാര്യത്തിൽ അക്ഷമ തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതപ്പെടാൻ. അവൾ പറയുന്നത് കേട്ടില്ലേ? മതിമരുന്നും മന്ത്രവാദവും അയ്യോ കൊച്ചമ്മ, അങ്ങനൊന്നും പറയാൻ പാടില്ല. ഈ അവസാന നിമിഷം അദ്ദേഹത്തെ പരിചരിക്കാൻ നമ്മൾ കടമപ്പെട്ടവരല്ലേ? നമ്മുടെ കടമയല്ലേ? കടമ കുറെ കാലമായി തുടങ്ങിയിട്ട്. കടമ എവിടെ പോയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നേരത്തെ എത്തിക്കോളൂ. അതെന്താ കൊച്ചമ്മ? എന്നെ യജമാനൻ വിളിച്ചിരുന്നോ? മണി 10 മണിയായില്ലേ? അത്താഴം കഴിച്ച് കിടക്കണ്ടേ? യജമാനൻ എന്നെ തിരക്കിയായിരുന്നു. നിന്നെ തിരക്കി, നിന്നെ അന്വേഷിച്ചു. യജമാനല്ല നിന്നെ തിരക്കിയത്. യജമാനല്ല ഞാൻ ഇത്ര നേരം യജമാനല്ല ഇത്ര നേരം ഞാൻ എന്ത് ചെയ്യാനാ കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലവും ഞാനും ഔഷധങ്ങളും തേടി തേടി പലവും ഞാനും സഞ്ചരിച്ചു. നികിത ദാ വരുന്നേ. എന്നെ വിളിക്കുന്നു. അവൻ അകത്തേക്ക് പോയി. അവളും അവനെ അനുഭവിച്ചു. മനുഷ്യൻ ജന്മന നല്ലവനാണ്. സാഹചര്യങ്ങൾ അവനെ ദേവതുല്യനായി വളർത്തുകയും ചിലപ്പോൾ പിശാചാക്കി മാറ്റുകയും ചെയ്യും. ഇത് ടോൾസ്റ്റോയുടെ വിഖ്യാതമായ ഒരു വചനമാണ്. മനുഷ്യന്റെ മനസ്സ് കളിമണ്ണാണ്, അത് വളയ്ക്കുന്നത് പോലെ വളയും. ഇവിടെ ദിവസങ്ങൾ കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ അനീസ്യ ഈ വൃദ്ധന്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാൾ മറ്റൊന്നായി മാറിയിരിക്കുന്നു. കാമുകിയാണിന്ന അനീസ്യ വേലക്കാരനെ മനസ്സിലെങ്ങനെ ധ്യാനിച്ച് കഴിയുന്ന